ഓണാഘോഷങ്ങളുടെ ഒരു ഭാഗമായിട്ട് കെ.എസ്.ആർ.ടി.സിയിൽ നിന്ന് വലിയൊരു വാർത്തയാണല്ലോ വന്നിരിക്കുന്നത്. അതെ, 143 പുതിയ ബസ്സുകൾ. അതും ഒറ്റയടിക്ക്. ഇത് വെറുതെ ഒരു ബസ് ഇറക്കലായി തോന്നുന്നില്ല അല്ലേ? നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ ഇതിൽ കൂടുതൽ എന്തോ ഉണ്ട്. ശരിയാണ്, 143 എന്നത് കെ.എസ്.ആർ.ടി.സിയെ സംബന്ധിച്ച് ഒരു വലിയ നമ്പർ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനം ഇത് 8 തരം ബസ്സുകളാണ് എന്നതാണ്. 8 തരം? അതെ, ഫാസ്റ്റ് പാസഞ്ചർ മുതൽ AC സ്ലീപ്പർ വരെ മിനി ബസ്സുകൾ പോലുമുണ്ട് കൂട്ടത്തിൽ. അപ്പോ ഇത് വെറും എണ്ണം കൂട്ടലല്ല, യാത്രക്കാരുടെ ആവശ്യങ്ങൾ നോക്കിയിട്ടുള്ളൊരു നീക്കമാണെന്ന് തോന്നുന്നു. തീർച്ചയായും, സേവന നിലവാരം കൂട്ടാനുള്ളൊരു ശ്രമം ഉറപ്പായും ഇതിനു പിന്നിലുണ്ട്. ഈ 8 വിഭാഗങ്ങൾ, ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, പിന്നെന്താ ലിങ്ക് സർവീസ് എന്ന ഒന്ന് പുതിയതായി കേൾക്കുന്നു. ലിങ്ക് സർവീസ്. പിന്നെ വോൾവോ AC സീറ്റർ കം സ്ലീപ്പർ, AC സ്ലീപ്പർ, AC സീറ്റർ മിനി ബസ്സുകൾ. ഈ വൈവിധ്യം എന്തിനാവും? എല്ലാത്തരം യാത്രക്കാരെയും പിടിക്കാനാണോ? ഒരു സാധ്യത അതാണ്. മറ്റൊന്ന്, റൂട്ടുകൾ ചിലപ്പോൾ ഒന്ന് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗവുമാകാം. ഈ ഫാസ്റ്റ് പാസഞ്ചറും സൂപ്പർ ഫാസ്റ്റുമൊക്കെ നിലവിലുള്ള റൂട്ടുകളിൽ തന്നെയല്ലേ? പഴയതിന് പകരമായിരിക്കുമോ? ആവാം. പ്രധാന റൂട്ടുകളിലെ യാത്രാനുഭവം മെച്ചപ്പെടുത്താനായിരിക്കും. പിന്നെ ഈ ലിങ്ക് സർവീസ്, അതെന്താ സംഭവം? അത് നമുക്ക് കിട്ടിയ വിവരം വെച്ച് നോക്കുമ്പോൾ അടുത്തടുത്തുള്ള ജില്ലകളെയോ പ്രധാന ടൗണുകളെയോ ബന്ധിപ്പിക്കാനാവും. ഓഹോ, അപ്പൊ കണക്ഷൻ യാത്രകൾ എളുപ്പമാവോ? അതെ, പ്രധാന റൂട്ടുകളിലേക്ക് എത്താൻ ഇത് സഹായിച്ചേക്കും. അപ്പൊ ചെറിയ ദൂര യാത്രക്കാർക്കും ഗുണം കിട്ടും. മിനി ബസ്സുകളോ? അതെന്തിനാവും? ഫീഡർ സർവീസാണോ? ആവാം. വലിയ ബസ്സുകൾക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക്. ഉൾപ്രദേശങ്ങളിലേക്ക്. അതെ. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്ക് ആളുകളെ എത്തിക്കാൻ. അപ്പോൾ പലതരം ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്. ശരിയാണ്. പിന്നെ ഈ വോൾവോ, AC സ്ലീപ്പർ, അതൊക്കെ പിന്നെ ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടിയായിരിക്കും അല്ലേ? ഉറപ്പായും. കൂടുതൽ സൗകര്യം വേണ്ടവർക്ക്. ഇനി ഇതിന്റെ ഡിസൈനും സൗകര്യങ്ങളും നോക്കിയാലോ? സ്വകാര്യ ബസ്സുകളെ കടത്തിവിട്ടും എന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. അതെ, അതാണ് ശ്രദ്ധേയമായ കാര്യം. ദേശീയ പതാകയുടെ നിറങ്ങൾ, പിന്നെ കഥകളി രൂപമൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെറും ഭംഗിയാണോ? ഭംഗി മാത്രമല്ല, യാത്രക്കാർ ബസ് തിരഞ്ഞെടുക്കുമ്പോൾ വൃത്തിയും ഭംഗിയൊക്കെ നോക്കുമല്ലോ. സ്വകാര്യ ബസ്സുകൾക്ക് അവിടെ ഒരു മുൻതൂക്കമുണ്ടായിരുന്നു. ശരിയാണ്. ആ ഒരു ധാരണ മാറ്റാൻ ഇത് സഹായിക്കും. പിന്നെ ഈ കഥകളിയൊക്കെ നമ്മുടെ ഒരു അടയാളം കൂടിയല്ലേ? അതെ, ഒരു ഐഡന്റിറ്റി കൊടുക്കാൻ. ഒരു ബ്രാൻഡിംഗ് തന്ത്രം കൂടിയാണിത്. വെറും പെയിന്റ് അടിക്കലല്ല. അകത്ത് സൗകര്യങ്ങളുടെ കാര്യത്തിലും മാറ്റമുണ്ടല്ലോ. പുഷ് ബാക്ക് സീറ്റ്, ലെതർ ഫിനിഷ്, എല്ലാ സീറ്റിലും ചാർജർ, ഹാൻഡ് റെസ്റ്റ്, ഫുട്ട് റെസ്റ്റ് ഒക്കെയുണ്ട്. ഇതൊക്കെ സാധാരണ കെ.എസ്.ആർ.ടി.സിയിൽ നമ്മൾ അത്ര കാണാറില്ല. ഇല്ല, ദീർഘദൂര യാത്രകളിൽ ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ യാത്രക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, കൂടുതൽ സൗകര്യം നോക്കും. ചാർജിംഗ് പോയിന്റൊക്കെ ഇപ്പോൾ അത്യാവശ്യമാണല്ലോ. അതെ അതെ. അപ്പോൾ ഈ സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സിലേക്ക് പോകുന്ന കുറേ പേരെ തിരികെ കൊണ്ടുവരാൻ പറ്റും. AC സ്ലീപ്പറിന്റെ കാര്യം കുറച്ചുകൂടി വിശദമായി പറയുന്നുണ്ട്. ഓരോ ബർത്തിലും പ്രത്യേക AC വെന്റ്, ലൈറ്റ്, ചാർജിംഗ് പോയിന്റ്, ബോട്ടിൽ ഹോൾഡർ, ലഗേജ് വെക്കാൻ സ്ഥലം, കർട്ടൻ. ശരിക്കും പ്രൈവറ്റ് ലക്ഷറി ബസ്സുകളിലെ പോലെ തന്നെയാണല്ലോ ഇത്. അതെ, ഇവിടെയാണ് കെ.എസ്.ആർ.ടി.സി നേരിട്ട് മത്സരിക്കാൻ ഇറങ്ങുന്നതെന്ന് വ്യക്തം. രാത്രി യാത്രകളിൽ സ്ലീപ്പറിന് നല്ല ഡിമാൻഡുണ്ട്. ആ മേഖലയിൽ സ്വകാര്യ ബസ്സുകൾക്കായിരുന്നു മുൻതൂക്കം. ഇപ്പോൾ കെ.എസ്.ആർ.ടി.സി ഇതേ സൗകര്യം ചിലപ്പോൾ കുറഞ്ഞ ടിക്കറ്റിൽ കൊടുത്താൽ ആളുകൾ ഇങ്ങോട്ട് വരും. പിന്നെ വിശ്വാസ്യതയുടെ ഒരു ഘടകം കൂടിയുണ്ട്. ഓരോ ബർത്തിലും ഈ ലൈറ്റും AC വെന്റുമൊക്കെ കിട്ടുന്നത് നല്ല കാര്യം തന്നെ. യാത്ര സുഖകരമാവും. പിന്നെ ടെക്നോളജിയുടെ കാര്യം. എല്ലാ ബസ്സിലും TV ഉണ്ട്, വൈഫൈ സൗകര്യത്തോടെ. അതും പറയുന്നുണ്ട്. പിന്നെ അകത്തും പുറത്തും ക്യാമറകളും. ക്യാമറകളുടെ കാര്യം ഓക്കെ, സുരക്ഷയ്ക്ക് നല്ലതാണ്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തെളിവാകും. അതെ, പുറത്തുള്ള ക്യാമറ ഡ്രൈവിംഗ് ശ്രദ്ധിക്കാനും അപകടമുണ്ടായാൽ കാരണം കണ്ടുപിടിക്കാനും സഹായിക്കും. ഡ്രൈവർമാരിലും ഒരു ശ്രദ്ധ വരും. TVയോ? അത് വെറും നേരം പോക്കാണോ? ദീർഘദൂര യാത്രയിൽ ബോറടി മാറ്റാൻ നല്ലതാണ്. സിനിമയോ മറ്റോ കാണിക്കാം. അല്ലെങ്കിൽ യാത്രയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കൊടുക്കാം. സ്റ്റോപ്പ് എത്താറായി എന്നൊക്കെ. വൈഫൈ കൂടിയുണ്ടെങ്കിലോ? അത് വലിയൊരു ആകർഷണമാകും. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇന്റർനെറ്റ് വേണമല്ലോ. ജോലി ചെയ്യുന്നവർക്കും മറ്റും യാത്രയ്ക്കിടയിൽ നെറ്റ് കിട്ടിയാൽ വളരെ ഉപകാരപ്പെടാം. ശരിയാണ്. ഇനി സാങ്കേതിക വശം. BS6 നിലവാരമാണ് എല്ലാ ബസ്സുകൾക്കും എന്ന് പറയുന്നു. അതെ, ഭാരത് സ്റ്റേജ് 6. പരിസ്ഥിതിക്ക് നല്ലതാണെന്നറിയാം. മലിനീകരണം കുറയും.
അതല്ലാതെ യാത്രക്കാർക്കോ KSRTCക്കോ ഗുണമുണ്ടോ? ഗുണമുണ്ട്. BS6 എഞ്ചിനുകൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഇന്ധനക്ഷമത ചിലപ്പോൾ കൂടുതൽ കിട്ടിയേക്കാം. ഓഹോ. ദീർഘകാലം ഓടിക്കുമ്പോൾ ഇന്ധനച്ചെലവിൽ ലാഭം വരാൻ സാധ്യതയുണ്ട്. പിന്നെ പുതിയ എഞ്ചിനുകൾക്ക് അറ്റകുറ്റപ്പണിയും കുറവായിരിക്കും. അതും ലാഭമാണ്. അപ്പോ KSRTC ഒരേ സമയം പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. യാത്രക്കാർക്ക് നല്ല അനുഭവം, പ്രൈവറ്റുകാരോട് മത്സരം, പ്രവർത്തന ചെലവ് കുറയ്ക്കൽ, പരിസ്ഥിതി സംരക്ഷണം. അതെ, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് പോലെ. ഇതിനിടയ്ക്ക് നടൻ മോഹൻലാൽ പുതിയ വോൾവോയിൽ യാത്ര ചെയ്ത ഒരു വാർത്തയും കണ്ടു. അത് കണ്ടിരുന്നു. അത് യാദൃച്ഛികമായിരുന്നോ അതോ പ്ലാൻ ചെയ്തതാണോ? അതൊരു നല്ല പബ്ലിസിറ്റി മൂവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മോഹൻലാലിനെ പോലെ ഒരാൾ ഈ പുതിയ ബസ്സിൽ കയറുമ്പോൾ അതിന് വലിയ ശ്രദ്ധ കിട്ടുമല്ലോ. ശരിയാണ്. KSRTC മാറുന്നു എന്നൊരു സന്ദേശം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ 143 ബസ്സുകൾ എന്നത് വെറും വാഹനങ്ങൾ മാത്രമല്ല. അല്ല, KSRTCയുടെ ഒരു പുതിയ കാഴ്ചപ്പാടിന്റെ സൂചനയാണ്. യാത്രക്കാരുടെ ആവശ്യം നോക്കി പ്രൈവറ്റ് സെക്ടറിനോട് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു മാറ്റം. ടെക്നോളജിയും ഡിസൈനും സൗകര്യവുമെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം. കൃത്യമായി പറഞ്ഞാൽ അതെ. 8 തരം ബസ്സുകൾ ഓരോ വിഭാഗം യാത്രക്കാരെയും ലക്ഷ്യം വെക്കുന്നു. ലിങ്ക് സർവീസ് പോലുള്ള പുതിയ കാര്യങ്ങളും. അതെ, BS6, ക്യാമറ, പുഷ്ബാക്ക് സീറ്റ്, ചാർജിംഗ് പോയിന്റ്, ഡിസൈൻ എല്ലാം കൂടിച്ചേരുമ്പോൾ ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ്. KSRTCയെ ഒരു മോഡേൺ പൊതുഗതാഗത സംവിധാനമാക്കാനുള്ള ശ്രമം. ഈ മാറ്റങ്ങൾ തീർച്ചയായും യാത്രക്കാർക്ക്, അതായത് നിങ്ങൾക്ക് ഗുണകരമാവണം. കൂടുതൽ സൗകര്യത്തോടെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് ദീർഘദൂര യാത്രക്കാർക്ക് പുതിയ ഓപ്ഷനുകൾ വരുന്നു. അതേസമയം ഈ ബസ്സുകൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുകയും വേണമല്ലേ? അതാണ് ഏറ്റവും പ്രധാനം. കൃത്യമായി പരിപാലിക്കുക, സമയം പാലിക്കുക, ജീവനക്കാരുടെ പെരുമാറ്റം, ഇതൊക്കെ ഈ പുതിയ തുടക്കത്തിന്റെ വിജയത്തിന് അത്യാവശ്യമാണ്. KSRTCയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊക്കെ എത്രത്തോളം നടപ്പാവും എന്ന് കണ്ടറിയണം. അതെ, സാമ്പത്തികവും ഘടനാപരവുമായ പ്രശ്നങ്ങൾക്കിടയിൽ ഈ പുതിയ ബസ്സുകളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പോ നമ്മൾ ഈ പുതിയ ബസ്സുകളെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങൾ വെച്ച് വിശദമായി സംസാരിച്ചു. 143 ബസ്സുകൾ, 8 തരം, BS6, പുതിയ ഡിസൈൻ, കൂടിയ സൗകര്യങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ. പിന്നെ സ്വകാര്യ ബസ്സുകളുമായി മത്സരിക്കാനുള്ള ഒരു ശ്രമം. ഇതെല്ലാമാണ് നമ്മൾ കണ്ട പ്രധാന കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ യാത്രക്കാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറാനുള്ള KSRTCയുടെ ഒരു ശ്രമം. അതെ, സൗകര്യത്തിലും ടെക്നോളജിയിലും ശ്രദ്ധ കൊടുത്ത് ഒരു പുതിയ മുഖം നൽകി കൂടുതൽ ആളുകളെ ആകർഷിക്കുക. ഈ ദേശീയ പതാകയുടെ നിറവും കഥകളിയുമൊക്കെ അതിനൊരു നാടിന്റെ ടച്ച് കൊടുക്കുന്നുണ്ട്. ഈ നീക്കം ശരിക്കും യാത്രക്കാർക്ക് നല്ല സേവനം കൊടുക്കുന്നതിനൊപ്പം ഒരു മത്സരബുദ്ധി സ്വകാര്യ ഓപ്പറേറ്റർമാർക്കിടയിലും ഉണ്ടാക്കിയേക്കാം. സാധ്യതയുണ്ട്. അത് അവസാനം ഗുണം ചെയ്യുന്നത് യാത്രക്കാർക്ക് തന്നെയാവും. നിങ്ങൾക്ക് യാത്രക്കാർക്ക് ഈ പുതിയ ബസ്സുകളിലെ അനുഭവം എങ്ങനെയായിരിക്കും എന്നതിനി അറിയേണ്ട കാര്യമാണ്. ശരിയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. KSRTC